ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ പൊക്രാനിൽ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രദർശനമായ ഭാരത് ശക്തി വീക്ഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനായി സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച വിശദ വിവരങ്ങൾ സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. SBI കൈമാറുന്ന വിവരങ്ങൾ മാർച്ച് 15 വൈകുന്നേരം 5 മണിക്കകം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി ഫെബ്രുവരി 15 സുപ്രീംകോടതി റദ്ദാക്കിയത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ നാളെ തീരുമാനമറിയിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. പ്രത്യേക കാര്യമായി പരിഗണിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ ഒറ്റത്തവണ ഇളവ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാനും കോടതി പറഞ്ഞു. സുപ്രീംകോടതിയിൽ സംസ്ഥാനം ഉന്നയിച്ച കാര്യങ്ങൾക്ക് പരിഗണന നൽകേണ്ട സാഹചര്യമാണ് കോടതി പരാമർശത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. പുതിയ ഹരിയാന മുഖ്യമന്ത്രിയായി നായിബ് സിംഗ് സൈനി അധികാരമേറ്റു. ഇന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ ഗവർണർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിലവിൽ കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ MPയാണ് ശ്രീ സൈനി. മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഇന്ന് രാവിലെയാണ് രാജി സമർപ്പിച്ചത്. ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റ് ജനപ്രതിനിധികളും നേതാക്കളും പങ്കെടുത്തു. വന്യമൃഗ ആക്രമണം തടയുന്നതിന് RR ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ടീമിനെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാൻ ജില്ലയിൽ AMR കമ്മിറ്റികൾക്കുള്ള പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയ ഉപയോഗം തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുമ്പ് ബ്ലോക്ക് തല AMR കമ്മിറ്റികൾക്കുള്ള മാർഗരേഖയും പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജ്യൂസ് കടകൾ, കുപ്പിവെള്ളം വിൽക്കുന്ന കടകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തും. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ ആലോചന. ഇതിന്റെ സാങ്കേതികത പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുവാൻ ഒരുങ്ങി കൊച്ചി വാട്ടർ മെട്രോ. മുളവുകാട് നോർത്ത്, സൌത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ 2 പുതിയ റൂട്ടുകളിൽ കൂടി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കും. 5 ദിവസത്തെ മീനമാസ പൂജകൾക്കും 10 ദിവസത്തെ ഉത്സവത്തിനുമായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേശ്വരൻ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. മീനം 1 14 പുലർച്ചെ 4 നട തുറക്കും. 16 കൊടിയേറ്റ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെതിരെ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. എറണാകുളത്തെ സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടു നൽകിയവർക്ക് ഈ വർഷം ഓഗസ്റ്റോടെ നഷ്ടപരിഹാര തുക കൈമാറാൻ ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.